5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. പുതുതലമുറ, പ്രത്യേകിച്ച് കുട്ടികൾ, വിദ്യാർത്ഥികൾ അറിയേണ്ടുന്നൊരു വളരെ രസകരമായ ഒരു പഠന വിഷയമാണ് മനസ്സിൻ്റെ മാന്ത്രിക വിദ്യകൾ. നമ്മുടെ മനസ്സാണ് എല്ലാം നമുക്ക് ചെയ്തു തരുന്നത്. മനുഷ്യർക്ക് ശരീരമുള്ളതുപോലെ തന്നെ മനസ്സുണ്ട്. മനസ്സെവിടെയാണ് ഇരിക്കുന്നത്, അത് ബുദ്ധിയുടെ ഭാഗമാണോ, ശക്തിയുടെ ഭാഗമാണോ, അല്ലെങ്കിൽ തലച്ചോറിലാണോ എന്നൊക്കെ ഉള്ള ചർച്ചകളുണ്ട്. അതവിടെ നിൽക്കട്ടെ. പക്ഷെ മനസ്സുണ്ട്. മനസ്സിൻ്റെ ചിന്തകളാണ് നമ്മെ കൊണ്ട് എല്ലാം ചെയ്യിക്കുന്നത്. ഒരു കാര്യം നമ്മൾ സ്ഥിരമായി ചെയ്താൽ അത് വാസനയായി രൂപപ്പെടും. നമുക്ക് പിന്നെ അത് ശീലമായി മാറും. ആദ്യം വാസനയാകും, പിന്നെ അത് ശീലമാകും. സ്ഥിരമായി കുട്ടികൾ ഐസ്ക്രീം കുടിച്ച് നോക്കൂ. ഐസ്ക്രീം കാണുമ്പോൾ തന്നെ വായിൽ സലൈവ വരും. കുട്ടികൾ ചെയ്തു നോക്കൂ. സ്ഥിരമായി ചിക്കൻ കഴിച്ച് നോക്കൂ. സ്ഥിരമായി എന്താണോ, സ്ഥിരമായി നീല ഷർട്ട് ഇട്ട് നോക്കൂ. സ്ഥിരമായി പച്ച, അത് എന്താണോ നമ്മൾ സ്ഥിരമായി ചെയ്യുന്നത്. മറ്റുള്ളവരെ കാണുമ്പോൾ പോടാ എന്ന് സ്ഥിരമായി പറഞ്ഞു നോക്കൂ. പിന്നെ നമുക്ക് ആരെ കണ്ടാലും അങ്ങനെ തോന്നും. ടീച്ചർമാരെ മോശമായിട്ട് നമുക്ക് ടീച്ചർമാർക്ക് ഇരട്ടപ്പേരിടണം. അപ്പോൾ ടീച്ചറെ കാണുമ്പോൾ തന്നെ നമ്മൾ ഒരു ഇരട്ടപ്പേര് വരും നമ്മുടെ മനസ്സിൽ. അപ്പോൾ എന്താണോ നമ്മൾ സ്ഥിരമായി ചെയ്യുന്നത് അത് നമുക്ക് എന്തായി വരും? ഒരു വാസനയായി വരും. ഇതെങ്ങനെ വരുന്നു എന്നറിയാൻ നല്ല രസമാണ്. നമുക്ക് മൂന്ന് തരത്തിൽ മനസ്സുണ്ട്. നമ്മുടെ ബോധ മനസ്സ്, നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ കാണുന്ന പ്രപഞ്ചത്തിൽ കാണുന്ന ബോധ മനസ്സ്. പിന്നെ ഒരു ഉപബോധ മനസ്സുണ്ട്, സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ട്. പിന്നെ ഒരു ജ്ഞാന മനസ്സെന്നോ അല്ലെങ്കിൽ അബോധ മനസ്സെന്നോ ഒക്കെ പറയാം. ഒരു അൺകോൺഷ്യസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഉറങ്ങുമ്പോഴൊക്കെ ഉള്ളൊരു മനസ്സ് നമുക്കുണ്ട്. സ്വപ്നമുണ്ട്. നമ്മളിപ്പോൾ ജാഗ്രതയാണ്, എല്ലാം കാണുകയാണ്. പിന്നെ സുഷുപ്തിയുണ്ട്, ഉറങ്ങുന്ന സമയത്ത്. പിന്നെ സ്വപ്നമുണ്ട്. അങ്ങനെ 3-4 തരത്തിലുണ്ട്. ഉണർന്നിരുന്നാൽ സ്വപ്നം കാണാൻ കേട്ടോ. ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നമൊക്കെ ഒരു ചുമ്മാ അങ്ങ് ലയിച്ചു പോകും. ഉണർന്നിരിക്കുമ്പോൾ സ്വപ്നം കാണണം കുട്ടികൾ. അപ്പോൾ ഈ മനസ്സിൻ്റെ 3 തലങ്ങളിൽ ജാഗ്രതയായി കാണുന്ന ബോധ മനസ്സിനാണ് ചിന്തകളുള്ളത്, പ്രവർത്തികളുള്ളത്, തെറ്റുകളുള്ളത്, ശരികളുള്ളത്. ഉപബോധ മനസ്സിൽ തെറ്റും ശരികളുമില്ല. അതാദ്യം മനസ്സിലാക്കിയിരിക്കുക. അത് മുതലാക്കിയിട്ടാണ് ഈ തീവ്രവാദികളൊക്കെ റെഡിയാക്കി എടുക്കുന്നത്. തീവ്രവാദികളൊക്കെ റെഡിയാക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഉപബോധ മനസ്സിലേക്ക് കുത്തിവെക്കും. മതത്തിൻ്റെ ചിന്തകളാകട്ടെ, രാഷ്ട്രവിരുദ്ധ ചിന്തകളാകട്ടെ ഒക്കെ ഉപബോധ മനസ്സിലേക്ക് കുത്തിവെക്കും. നിരന്തരം ഉപബോധ മനസ്സിലേക്ക് ഇത് കയറ്റിവിടുന്നതിന് ഒരുപാട് മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങളിലൂടെ കയറ്റിവിട്ട് കഴിഞ്ഞാൽ അവിടെ ശരി തെറ്റുകളില്ല, അവിടെ ശരി മാത്രമേ ഉള്ളൂ. ഉദാഹരണം ഞാൻ പറയാം. നമ്മൾ കുഞ്ഞുനാളിൽ സ്കൂളിൽ പഠിച്ചപ്പോൾ എന്നെ വെച്ച് പറയാം, എന്നെ എൻ്റെ കൂട്ടുകാരൻ തല്ലി. അപ്പോൾ എനിക്ക് തിരിച്ച് തല്ലാൻ പറ്റിയില്ല. വർഷങ്ങൾ കഴിഞ്ഞ്, അന്ന് എനിക്ക് അറിവും കുറവാണ്, എനിക്കും കൂട്ടുകാരനും അറിവ് കുറവായതുകൊണ്ടാണ് തല്ലിയത്. വർഷങ്ങൾ കഴിഞ്ഞ് ഒരു 10, 40, 50 വർഷം കഴിഞ്ഞ് വീണ്ടും ആ കൂട്ടുകാരനെ ഒരു കല്യാണത്തിന് കാണുമ്പോൾ, അവനെ അടുത്ത് കാണുമ്പോൾ എൻ്റെ മനസ്സ് ഉടനെ പറയും, ഇടാ നിന്നെ അന്ന് കൊച്ചിലെ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തല്ലിയവനാണ്. അപ്പം സ്നേഹം കൊണ്ട് ചിലപ്പോൾ ഞാനൊരു തല്ലു കൊടുക്കും, അല്ലെങ്കിൽ ഞാൻ 4 ആളോട് പറയുകയെങ്കിലും ചെയ്യും. എന്ന് പറഞ്ഞാൽ എൻ്റെ ഉപബോധ മനസ്സിലിത് പേസ്റ്റ് ചെയ്ത് കിടക്കും. അപ്പോൾ കള്ളത്തരം കാണിക്കുന്നവർക്ക് ഉപബോധ മനസ്സിലത് കിടക്കും, പേസ്റ്റ് ചെയ്ത് കിടക്കും. സ്ഥിരമായി കൈ കഴുകാതിരുന്നു. അപ്പോൾ ഓരോ കാര്യങ്ങളും ഉപബോധ മനസ്സിലേക്ക് പേസ്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഇതങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റും, തീർച്ചയായിട്ടും മാറ്റാം. അവിടെയാണ് വികാരങ്ങളും വിചാരങ്ങളുമായിട്ടുള്ള ബന്ധം. ഉപബോധ മനസ്സിലേക്ക് കയറുന്ന കാര്യങ്ങൾ വികാരങ്ങളായി നമ്മൾ കാണിക്കും. നമ്മൾ പട്ടിയെ കല്ലെടുത്തെറിയുന്ന ശീലമാണെങ്കിൽ പട്ടിയുടെ ശബ്ദം കേൾക്കാൻ നമ്മൾ കല്ലെടുക്കും. പട്ടിയെ കാണണമെന്നില്ല. നമ്മൾ മൊബൈലിൽ പട്ടിയുടെ ശബ്ദം കേട്ടാലും നമ്മൾ ചിലപ്പോൾ കല്ല് പോയി എടുക്കും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉപബോധ മനസ്സ് അങ്ങനെ കിടന്ന് കറങ്ങും. കൃത്യമായി 1 മണിക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നോളൂ. എല്ലാ ദിവസവും 1 മണിക്ക് ഭക്ഷണം കഴിക്കും. 1 മണിയാകുമ്പോൾ വയറ് ബേളം ഉണ്ടാക്കും, ഉമിനീരായി വരും. കുറച്ച് നേരം കഴിഞ്ഞ് ഉമിനീര് നമ്മുടെ ബാക്കിയകത്ത് വരും. എങ്ങനെയാണ് വരുന്നത്? നല്ല തിയറികളൊക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബോധ മനസ്സുണ്ട്, ഉപബോധ മനസ്സുണ്ട്, അബോധമായിട്ടുള്ള ഒരു ചിന്തയുണ്ട്, മനസ്സുണ്ട്. ഇത് മനസ്സിലാക്കണം നമ്മൾ. അപ്പോൾ മനസ്സിൻ്റെ ഈ മാന്ത്രിക വിദ്യകൾ മനസ്സിലാക്കിയാൽ ജാഗ്രതയിലുള്ള, അല്ലെങ്കിൽ നമ്മുടെ മുന്നിലുള്ള ബോധ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ കയറും. നമ്മൾ കാണുന്നു, കേൾക്കുന്നു, അനുഭവിക്കുന്നു, രുചിക്കുന്നു. ഇങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ബോധ മനസ്സിൻ്റെ ഒരു പ്രവർത്തനമാണ്. അവിടെ നിന്ന് നമ്മൾ നേരെ ഇതല്ല, ഈ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഉപബോധ മനസ്സിലേക്ക് പോകും. ഉദാഹരണം, നമ്മൾക്ക് ഒരിക്കൽ കറണ്ട് അടിച്ചു. അപ്പോൾ പിന്നെ എപ്പോഴും കറണ്ടിൽ കൊണ്ട് കൈ വയ്ക്കത്തില്ല. എന്തുകൊണ്ട്? നമ്മൾ ഉപബോധ മനസ്സിലേക്ക് ഇത് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. കറണ്ട് അടിക്കരുത്, അത് എടുത്തു തരും, സമയത്ത് എടുത്തു തരും നമുക്ക്. അതാണ് അതിൻ്റെ രസകരമായ കാര്യം. എങ്ങനെയാണ് പരീക്ഷയ്ക്ക് പഠിക്കുന്നത്? എവിടെയാണെങ്കിലും പേസ്റ്റ് ചെയ്ത് വയ്ക്കുന്നത് ബോധ മനസ്സിലല്ല, മറന്നുപോകില്ലേ അപ്പം തന്നെ. അല്ലാതെ പരീക്ഷയ്ക്ക് പഠിച്ചിട്ട് രാവിലെ പഠിച്ചിട്ട് എല്ലാം അപ്പോഴപ്പോഴേക്ക് പറഞ്ഞു നോക്കില്ല. നമ്മൾ ഒരു 6 മാസം മുമ്പേ പഠിക്കുന്നതായിരിക്കും. പരീക്ഷയ്ക്ക് ഒന്ന് റിഫ്രഷ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് ഉപബോധ മനസ്സിൽ കോടിക്കണക്കിന് കാര്യങ്ങളാണ് ശേഖരിച്ച് വയ്ക്കുന്നത്. നമ്മൾ ചിന്തിക്കും പോലെ ഇറങ്ങി വരും. അങ്ങനെയല്ലേ പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഉപബോധ മനസ്സെന്ന് പറയുന്നതിനകത്ത് അവിടെ സത്യവും നീതിയും ന്യായവും ഒന്നുമില്ല. അവിടെ ഫാക്ട്സ് ആൻഡ് ഡേറ്റ മാത്രമേ ഉള്ളൂ. നമ്മൾ കൊടുക്കുന്ന ഡേറ്റ എന്താണോ അതവിടെ പേസ്റ്റ് ചെയ്യും.
നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ എന്താണോ അതോടെ സ്റ്റോർ ചെയ്യും. അപ്പോൾ ഉപബോധ മനസ്സിലേക്ക് ഈ കാര്യങ്ങൾ കൊടുക്കുന്നത് പലപ്പോഴും നിരന്തരമായി കാര്യങ്ങൾ ചെയ്യുമ്പോൾ അങ്ങോട്ട് പോകും. അതുകൊണ്ടാണ് ഇപ്പോൾ കഞ്ചാവ് പോലുള്ള ലഹരി പദാർത്ഥങ്ങൾ, മദ്യം പോലുള്ള ഉപയോഗിക്കുന്നവർക്ക് അത് കിട്ടാതെ വരുമ്പോൾ ഉപബോധ മനസ്സ് പറയും എടുത്തോണ്ട് വാ എന്ന് പറയും. നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നത് ഉപബോധ മനസ്സിലെ കൂടി മനസ്സിലാക്കി ഉപബോധ മനസ്സിനെ ശക്തിപ്പെടുത്തുന്ന, അതിനാണ് ധ്യാനമൊക്കെ പറയുന്നത്. ധ്യാനം, മൗനമായിരിക്കുക, യോഗയുടെ ചില കാര്യങ്ങളൊക്കെ, പ്രാണായാമം, യോഗയുടെ ചില സിദ്ധാന്തങ്ങളൊക്കെ പറയുന്നത് സൂക്ഷ്മ ശരീരമാകുന്ന മനസ്സിനെ, സ്ഥൂല ശരീരമുണ്ട്, സൂക്ഷ്മ ശരീരമുണ്ട്. സ്ഥൂല ശരീരം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ശരീരം, അതിനകത്തൊരു സൂക്ഷ്മ ശരീരമുണ്ട്. അത് മനസ്സുമായിട്ടും ചിന്തകളുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും നല്ല രസകരമായൊരു ഭാഗമാണ് ഈ മനസ്സിൻ്റെ മാന്ത്രിക വിദ്യകൾ. അതുകൊണ്ട് മനസ്സിനെ കീഴടക്കുക. മനുഷ്യന് മനസ്സുള്ളതുപോലെ പ്രപഞ്ചത്തിനും മനസ്സുണ്ട്. പ്രപഞ്ച മനസ്സിനോട് സംവേദനം ചെയ്യുക. ഏതാഗ്രഹവും നമുക്ക് സാധിക്കാൻ പറ്റും. പക്ഷെ നല്ല സത് പ്രവർത്തികൾ കൊണ്ടുപോവുക എന്നുള്ളതാണ് പ്രധാനം. സത് ചിന്തകൾ മനസ്സിൽ കയറ്റിവിട്ടാൽ തീർച്ചയായിട്ടും സത്ബുദ്ധി തന്നെ നമുക്കുണ്ടാകും. അത് തന്നെ നമ്മുടെ മനസ്സ് തിരിച്ച് നമുക്ക് തരും. നമ്മൾ മറ്റൊരാൾ ചെയ്യുന്ന കാര്യങ്ങളാവട്ടെ, നമ്മൾ സ്വയം ചെയ്യുന്ന കാര്യങ്ങളാവട്ടെ, കാണുന്ന, കേൾക്കുന്ന, പറയുന്ന, വായിക്കുന്ന, അറിയുന്ന ഏതു കാര്യങ്ങളും ഉപബോധ മനസ്സിലേക്ക് പോവും. അത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ, അതിന് അനുകൂല സാഹചര്യം വരുമ്പോൾ, അതാണ് പ്രധാനം. അനുകൂല സാഹചര്യം വരുമ്പോൾ എന്ത് പറയും? ഉപബോധ മനസ്സ് ബോധ മനസ്സിലേക്ക് ഇത് കൊണ്ടുവന്ന് നമ്മെ കൊണ്ട് പ്രവർത്തികൾ ചെയ്യിപ്പിക്കും. അതുകൊണ്ട് ഉപബോധ മനസ്സിനെ കൃത്യമായി കാര്യകാരണ സഹിതമായി ചിന്തിപ്പിക്കുകയും അതിൽ ഒരുപാട് കാര്യങ്ങളെ നിറയ്ക്കുന്നതിലുള്ള ശുദ്ധീകരണ പ്രക്രിയയുമൊക്കെയാണ് മനുഷ്യർ ചെയ്യേണ്ടത്. കുട്ടികൾ ഇതൊക്കെ പഠിച്ചാൽ വളരെ മനോഹരമാണ്. ജീവിതം ഒന്നേ ഉള്ളൂ. അത് ഈ പറഞ്ഞ പോലെ മറ്റൊരുപാട് കാര്യങ്ങളുടെയും മെഷീനുകളുടെയും മൊബൈലുകളുടെയും മറ്റു കാര്യങ്ങളുടെയൊക്കെ പുറകെ പോകാതെ ഇത്തരത്തിലുള്ള മനോഹരമായ കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിനെ കീഴടക്കുക. ബോധ മനസ്സിനെ നിയന്ത്രിച്ച് സബ് കോൺഷ്യസ് ആയിട്ടുള്ള മനസ്സിനെ കൂടി കൊണ്ടുവരാൻ കഴിഞ്ഞാൽ, അത് ചിന്തകളുടെ രൂപത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ, ഗാന്ധിജിയൊക്കെ പറഞ്ഞതുപോലെ വിചാരങ്ങൾ കൊണ്ട് കീഴടക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. ജീവിതത്തിൽ മനോഹരമായ രീതിയിൽ നമുക്കൊരു ജീവിതം ചിട്ടപ്പെടുത്തിയെടുക്കുവാനും കഴിയും.